Welcome to our channel. ജൂൺ 13-ന് ശേഷം OTT-യിൽ പടങ്ങളുടെ ഒരു ചാകരയാണ്. മലയാളം സിനിമകൾ തുടങ്ങി ലോകമാകെയുള്ള OTT റിലീസുകൾ വരെ നിങ്ങൾ കാത്തിരിക്കുന്ന സിനിമകളെല്ലാം ഒറ്റ വീഡിയോയിൽ. ആദ്യം നമുക്ക് OTT-യിൽ ഇറങ്ങുന്ന മലയാള സിനിമകൾ നോക്കാം. നമ്പർ 1, ആലപ്പുഴ ജിംഖാന. 2025-ൽ പുറത്തിറങ്ങിയ ഒരു ഇന്ത്യൻ മലയാളം സ്പോർട്സ് ചിത്രമാണ് ആലപ്പുഴ ജിംഖാന. ഖാലിദ് റഹ്മാൻ സംവിധാനം ചെയ്ത ഈ സിനിമ ജൂൺ 13 ഇന്ന് സോണി ലൈവിൽ റിലീസ് ചെയ്യും. നസ്ലൻ, ലുക്മാൻ ഗണപതി, പൊതുവാൾ, സന്ദീപ് പ്രദീപ്, അനഘ രവി, ഫ്രാങ്കോ ഫ്രാൻസിസ്, ബേബി ജീൻ, ശിവ ഹരിഹരൻ എന്നിവരാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങൾ അഭിനയിച്ചത്. നമ്പർ 2, പടക്കളം. സുരാജ് വെഞ്ഞാറമൂട്, ഷറഫുദ്ദീൻ, സന്ദീപ് പ്രദീപ് എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളായി സ്വരാജ് രചനയും സംവിധാനവും നിർവഹിച്ച് 2025-ൽ പുറത്തിറങ്ങിയ ഒരു മലയാളം സിനിമയാണ് പടക്കളം. സൂപ്പർ നാച്ചുറൽ ഫാന്റസി കോമഡി ചിത്രമാണ് പടക്കളം. ചിത്രം ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട്. ജിയോ സിനിമയിൽ ജൂൺ 10-ന് റിലീസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് OTT-യിൽ ഇറങ്ങുന്ന തമിഴ് സിനിമകൾ നോക്കാം. നമ്പർ 1, DNA. നെൽസൺ വെങ്കടേശൻ സംവിധാനം ചെയ്യുകയും അതിശ വിനോയ്ക്കൊപ്പം സഹരചന നിർവഹിക്കുകയും സിനിമയാണ് DNA. ക്രൈം ആക്ഷൻ ഡ്രാമ ചിത്രമാണ് DNA. ചിത്രത്തിൽ അഥർവയും നിമിഷ സജയനും പ്രധാന വേഷങ്ങളിൽ അഭിനയിക്കുന്നു. കൂടാതെ ബാലാജി ശക്തിവേൽ, രമേശ് തിലക്, വിജി ചന്ദ്രശേഖർ, ചേതൻ, ഋത്വിക, സുബ്രഹ്മണ്യം ശിവ, കരുണാകരൻ, പസംഗ ശിവകുമാർ എന്നിവരും മറ്റു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു. ഒളിമ്പിയ മൂവീസിന്റെ ബാനറിൽ ജയന്തി അംബേദ്കുമാറും S. അംബേദ്കുമാറും ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. ജൂൺ 20-ന് തിയേറ്ററിൽ ഇറങ്ങുന്ന സിനിമ വൈകാതെ തന്നെ OTT-യിൽ എത്തുമെന്നാണ് പ്രതീക്ഷ. ഇനി നമുക്ക് OTT-യിൽ ഇറങ്ങുന്ന തെലുങ്ക് സിനിമകൾ നോക്കാം. നമ്പർ 1, സുഭം. കനകവല്ലി ടാക്കീസിനൊപ്പം ത്രാലാല മൂവിംഗ് പിക്ചേഴ്സിന്റെ ബാനറിലൂടെ സാമന്ത് നിർമ്മിക്കുകയും പ്രവീൺ കാന്ത്രേഗുല സംവിധാനം ചെയ്ത സിനിമയാണ്. ചിത്രത്തിൽ ഹർഷിത് റെഡ്ഡി, ഗവി റെഡ്ഡി, ശ്രീനിവാസ്, ചരൺ പേരി, ശ്രിയ കോന്തം, ശ്രാവണി ലക്ഷ്മി, ശാലിനി കൊണ്ടേപുടി, വംശിധർ ഗൌഡ് എന്നിവരും ഉൾപ്പെടുന്നു. ചിത്രം ഇന്ന് ജൂൺ 13-ന് ജിയോ ഹോട്ട്സ്റ്റാറിൽ റിലീസ് ചെയ്യും. നമ്പർ 2, 11. ലോകേഷ് അചൽസ് രചനയും സംവിധാനവും നിർവഹിച്ച സിനിമയാണ് 11. 2025-ൽ പുറത്തിറങ്ങിയ ഈ ചിത്രം ക്രൈം ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ചിത്രമാണ് 11. തമിഴിലും തെലുങ്കിലും ഒരേ സമയം ചിത്രീകരിച്ച ഈ ചിത്രം നവീൻ ചന്ദ്രയും റിയ ഹരിയും പ്രധാന വേഷങ്ങളിൽ അഭിനയിക്കുന്നു. D. ഇമ്മാൻ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്ന ഈ ചിത്രത്തിന്റെ ഛായാഗ്രഹണം കാർത്തിക് അശോകനും എഡിറ്റിംഗ് NP ശ്രീകാന്തും നിർവഹിച്ചിരിക്കുന്നു. ജൂൺ 13-ന് അഹ തമിഴ് OTT റിലീസ് ചെയ്യും. ഇനി നമുക്ക് ബോളിവുഡ് OTT റിലീസുകൾ നോക്കാം. നമ്പർ 1, ഗ്രൗണ്ട് സീറോ. തേജസ് പ്രഭ, വിജയ് ദിയോസ്കർ സംവിധാനം ചെയ്ത് എക്സൽ എന്റർടൈൻമെന്റിന്റെ കീഴിൽ റിതേഷ് സിത്വാനി, ഫർഹാൻ അക്തർ എന്നിവർ ചേർന്ന് നിർമ്മിച്ച ചിത്രമാണ് ഗ്രൗണ്ട് സീറോ. 2003-ൽ ഗാസി ബാബ എന്നറിയപ്പെടുന്ന തീവ്രവാദി റാണ താഹിർ നദീം കൊല്ലപ്പെട്ട ഓപ്പറേഷന് നേതൃത്വം നൽകിയ BSF ഓഫീസർ നരേന്ദ്രനാഥ് ധർ ദുബെയുടെ കഥയാണ് ഈ ചിത്രം പറയുന്നത്. ഇമ്രാൻ ഹാഷ്മി, സായ് തംഹങ്കർ, സോയ ഹുസൈൻ എന്നിവരാണ് ഇതിൽ പ്രധാന വേഷങ്ങളിലെത്തുന്നത്. ചിത്രം ജൂൺ 20-ന് പ്രൈം വീഡിയോയിൽ റിലീസ് ചെയ്യും. ഏറ്റവും അവസാനമായി ഹോളിവുഡ് ചിത്രങ്ങൾ നോക്കാം. നമ്പർ 1, ടൈറ്റൻ, ദി ഓഷ്യൻ ഗേറ്റ് ഡിസാസ്റ്റർ. മാർക്ക് മൺറോ സംവിധാനം ചെയ്ത് നിർമ്മിച്ച 2025-ൽ പുറത്തിറങ്ങിയ ഒരു അമേരിക്കൻ ഡോക്യുമെന്ററി ചിത്രമാണ് ടൈറ്റൻ, ദി ഓഷ്യൻ ഗേറ്റ് ഡിസാസ്റ്റർ. 2023 ജൂൺ 18-ന് സംഭവിച്ച ടൈറ്റന്റെ സബ്മേഴ്സിബിൾ ഇംപ്ലോഷനെയാണ് ഇത് പര്യവേക്ഷണം ചെയ്യുന്നത്. നമ്പർ 2, ഡിസ്നീസ് സ്നോ വൈറ്റ്. 2025-ൽ പുറത്തിറങ്ങിയ ഒരു അമേരിക്കൻ മ്യൂസിക്കൽ ഫാന്റസി ചിത്രമാണ്. വാൾട്ട് ഡിസ്നിയുടെ 1937-ൽ പുറത്തിറങ്ങിയ സ്നോ വൈറ്റ് ആൻഡ് ദ സെവൻ ഡ്വാർഫ്സ് എന്ന ആനിമേറ്റഡ് ചിത്രത്തെ പുനർനിർമ്മിക്കുന്ന ഒരു ലൈവ് ആക്ഷൻ ചിത്രമാണിത്. ഇത് 1812-ൽ ബ്രദേഴ്സ് ഗ്രിം എഴുതിയ സ്നോ വൈറ്റ് എന്ന യക്ഷിക്കഥയെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. വാൾട്ട് ഡിസ്നി പിക്ചേഴ്സും മാർക്ക് പ്ലാറ്റ് പ്രൊഡക്ഷൻസും ചേർന്ന് നിർമ്മിച്ച ഈ ചിത്രം സംവിധാനം ചെയ്തത് മാർക്ക് വെബ്ബാണ്. രണ്ടാനമ്മയായ ഈവിൾ ക്വീൻ വധത്തിൽ നിന്നും രക്ഷപ്പെടുന്ന ഒരു രാജകുമാരിയായ റേച്ചൽ സെഗ്ലർ ടൈറ്റിൽ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു. കൂടാതെ തന്റെ രാജ്യം തിരിച്ചുപിടിക്കാൻ 7 ഡ്വാർഫ്സുമായും ജോനാഥൻ, ആൻഡ്രൂ ബെർനാബ് എന്ന തെമ്മാടി കൊള്ളക്കാരനുമായും ചേരുന്നു. ചിത്രം ജൂൺ 11-ന് ജിയോ ഹോട്ട്സ്റ്റാറിൽ റിലീസ് ചെയ്തിട്ടുണ്ട്. ഇനിയും കാണുന്നതുവരെ ഗുഡ് ബൈ. സിനിമകൾ ഫ്രീയായി കാണാൻ താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷനിൽ നൽകിയിരിക്കുന്ന ടെലഗ്രാം ചാനൽ സന്ദർശിക്കൂ.